എവിടെ നോക്കിയ സാറേ നടക്കുന്നത്? ഇവിടെ നോക്കി. ബ്യൂട്ടിഫുൾ. നിങ്ങൾ എന്തരീ കാണിക്കണേ? ഞാനും കേരള ടുഡേയുടെ റിപ്പോർട്ടർ അല്ലേ? എന്റെ റിപ്പോർട്ടിനൊന്നും ഇവിടെ ഒരു വിലയല്ലേ? കഴിഞ്ഞ തവണ ഞാൻ തന്ന കൊലപാതകത്തിന്റെ ഫീച്ചർ ഈ ലക്കത്തിൽ പോലും വന്നിട്ടില്ല. തന്റെ മാറ്റർ ഇവിടെ തന്നെ ഉണ്ട്. താൻ ആദ്യം തന്റെ ഭാഷ ഒന്ന് ശരിയാക്കും. എന്റെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം? ദേ നോക്ക്, ഈ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് പകരം താൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? എന്താണ് ഈ കൊലപാതകത്തിന് എന്താണ് സംഭവിച്ചത്? ഈ എന്തരെന്ന് എഴുതിയാൽ ഇപ്പൊ എന്താണ് കുഴപ്പം? ചില പ്രദേശങ്ങളിൽ എന്താ, ചില സ്ഥലത്ത് എന്നതാ, എന്തുവാ, എന്തുട്ടായി, എന്തിയെ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. എന്റെ ജില്ലക്കാർ ഇത്തിരിപ്പോലെ എന്തരെന്നെങ്ങാനും പറഞ്ഞാ അത് നിങ്ങൾക്ക് അയ്യം. ദാണ്ട ഈ എന്തരെന്ന് പറയണേനെ നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട. തനിക്കറിയോ, ഞങ്ങളുടെ ജില്ലക്കാർക്ക് വേണ്ടി ത്യാഗരാജസ്വാമികൾ ഒരു പാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതേത് പാട്ട്? എന്താരോ മഹാനു ഫാവുലു. ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. ഏത് ജില്ലക്കാർക്കുണ്ട് ഇതുപോലെ സ്വന്തമായിട്ടൊരു പാട്ട്? എന്നിട്ട് ഞാൻ ഇല്ലോള എന്തരെന്ന് എഴുതിയാലും നിങ്ങൾക്ക് കുഴപ്പമല്ലേ? താൻ എഴുതിയിരിക്കുന്ന സ്റ്റോറി ഒട്ടും വിശ്വസനീയമല്ല. ഇത് നേരിട്ട് കാണാതെ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നേ. ഓഹോ, അപ്പൊ താൻ നേരിട്ട് കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ. അതെ. ശരി, തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ഇല്ലല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നതായി താൻ വിശ്വസിക്കുന്നല്ലേ ഉള്ളൂ. അതല്ലല്ലോ. മാണി ഇങ്ങോട്ട് എന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാനേ കേരള ടുഡേ MD-യുടെ വൈഫിന്റെ വളരെ അടുത്തൊരു ബന്ധുവാ. മുറയ്ക്കെന്റെ അളിയനായിട്ട് വരും, അറിയോ? എന്താ വകയിലൊരു അളിയനായതിന്റെ ബലത്തിലാ വെറുതെ ഒരു പോഷൻ അന്ന് MD ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. നടക്കാത്ത കാര്യങ്ങളല്ലോ താൻ ആ തീപ്പന്തലിൽ എഴുതുന്നത്. ആദ്യം ആ പണി നിർത്ത്, എന്നിട്ട് ആലോചിക്കാൻ കേരള ടുഡേ മാറ്റർ കൊടുക്കുന്ന കാര്യം. അതെ, തീപ്പന്തൽ പത്രത്തിൽ ഞാൻ എഴുതുന്നതുകൊണ്ട് എനിക്ക് ഇത്ര ആരാധകർ കൂടിയത്. വെറുതെ തീപ്പന്തലിൽ തൊട്ട് കളിക്കരുത്. തൊട്ട് കളിച്ചാലേ ലാലേട്ടൻ പറയും പോലെ നിന്റെ 6 അടി 1.5 ഇഞ്ചിൽ ഞാൻ സവാരി നടത്തും. തീപ്പന്തലിൽ എഴുതുന്ന രാജ്ബോസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ആ മുടി നീട്ടി വളർത്തിയ ആളാ. അടുത്ത ലക്കത്തിൽ എന്റെ ഫീച്ചർ വന്നില്ല എങ്കിൽ അമ്മച്ചിയാണ് നീ നിന്റെ 65 വയസ്സുള്ള അമ്മമ്മേനെ പീഡിപ്പിച്ചെന്ന് ഞാൻ തീപ്പന്തലിൽ എഴുതും. നോക്കിക്കോ. അതെ, തീപ്പന്തലിൽ എഴുതുന്ന രാജ്ബോസ്. ആരാധകരെ കണ്ട. എനിക്ക് ജലദോഷമുള്ള ശരണമയ്യപ്പ, മകരവിളക്ക് കണ്ട്. ഹലോ, ഒന്നിവിടെ നിന്നേ. ഒരു വിവരം അറിയാനാ ഇപ്പൊ എന്നെ അടിച്ചതേ. ഞാൻ മണൽ മാഫിയെ കുറിച്ച് എഴുതിയതിനാണോ അതോ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ലീലാവിലാസത്തെ കുറിച്ച് എഴുതിയതിനാണോ? ഇത് രണ്ടിന്റെ അല്ല, പിന്നെ തട്ടുകടയുടെ മറവിലെ പ്രണയലീല അതിന്റെ. അപ്പൊ 2 തല്ലി ഇനിയും പെൻഡി. ശരി, നിങ്ങൾ വിട്ടോ, ബാക്കിയാ നോക്കിക്കോളാം. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പക്ഷെ ഈ കൊടുക്കലും വാങ്ങലും ഒക്കെ ഓഫീസിന് പുറത്ത് വെച്ച് മതി, അകത്ത് വെച്ച് വേണ്ട. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ അടിക്കാൻ വരണവന്മാർക്ക് ബോധം പൊക്കണം വേണ്ടേ? ഇല്ലെങ്കിൽ അവന്മാർ ആലോചിക്കണം, എന്നെ വിളിച്ച സ്പോട്ടിൽ ചെന്ന് അടിയും മാച്ചോണ്ട് വരണ ഒരുത്തനാണ് ഞാൻ. വൃത്തിയായിട്ടവന്മാര്. ആളെയാ സാർ, കഴിഞ്ഞ ആഴ്ച ഞാൻ കൊടുത്ത ഫീച്ചർ ഇവന്മാർ ഈ ലക്കത്തിൽ ഇട്ടിട്ടില്ല. അതെന്താണോ ഇയാളുടെ ഫീച്ചർ ഇടാത്തത്? ഇതൊക്കെ എന്നോട് പറയണ്ടേ? ഇടേണ്ട സ്ഥലത്ത് അപ്പൊ തന്നെ ഞാൻ ഇടില്ലേ? സന്തോഷായി. കാണിക്കരുത് കേട്ടാ. നിന്റെ സ്ഥലത്ത് തന്നെ ഇട്ടിട്ടുണ്ടേ. ഷാർപ്പ് 10:30 മീറ്റിംഗ്.